നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുക എന്ന്. അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രാർത്ഥല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോ തരാം. പിന്നെ നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം. ഷെയറാക്കണം. സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയറാക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങളത്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലെ കൊണ്ടുത്താം ഷെയറാക്കണം. അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ അഭിമാനത്തിനു വല്ലാത്ത സ്ഥാനം കൊടുക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരു മനുഷ്യന്റെ അഭിമാനത്തിനു വല്ലാത്ത സ്ഥാനം അള്ളാഹുവിന്റെ ദീൻ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് വല്ലാത്ത സുഗന്ധമാ, നിനക്ക് വല്ലാത്ത സ്ഥാനമാ. എല്ലാവരും നിന്റെ നേരെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. അള്ളാഹു സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. എന്നിട്ട് അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ ഒരു വാചകം എന്തെന്നറിയുമോ? നിനക്ക് ഒരുപാട് സ്ഥാനവും ആദരവും ബഹുമാനവും എല്ലാമുണ്ട്. എങ്കിലും അള്ളാഹുവിന്റെ മുമ്പില് നിന്നെക്കാലും ഒരു അടിമയുടെ ഇസ്സത്തിന് വിലയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ കഅബാലയത്തിനെക്കാളും അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഇസ്സത്തുണ്ടല്ലോ, ആ ഇസ്സത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത സ്ഥാനമാണെന്ന് നബി തങ്ങൾ